ഹായ് എവരിവൺ, നമ്മൾ സൈലം വെസൽസിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. ദീസ് ആർ ദി പിക്ചേഴ്സ് ഓഫ് സൈലം വെസൽ ആൻഡ് ട്രക്കീഡ്സ്. സൈലം വെസൽസും ട്രക്കീഡ്സും സൈലത്തിലെ വാട്ടർ കണ്ടക്റ്റിംഗ് ടിഷ്യൂസാണ്, അതായത് ചീഫ് കണ്ടക്റ്റിംഗ് ടിഷ്യൂസാണ്. ഇതിൽ നമ്മൾ പറഞ്ഞു വെസൽസ് ആണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കണ്ടക്റ്റിംഗ് ടിഷ്യൂ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വെസൽസിൻ്റെ ലൂമനാണ് വലുത്, അതായത് അവരിൽ കൂടിയാണ് ഏറ്റവും ഈസി ആയിട്ട് വാട്ടർ കണ്ടക്ഷൻ നടക്കുന്നത്. ട്രക്കീഡ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി നാരോ ആണ്, അതുകൊണ്ട് തന്നെ വാട്ടർ കണ്ടക്റ്റിംഗ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. സോ ഈ വെസൽസ് ആണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ. സോ അപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സിലാണ് വെസൽസ് ഉള്ളത്. നമുക്കറിയാം, എൻ്റെ പ്ലാന്റ് കിങ്ഡത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ആൻജിയോസ്പേം, അതായത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. സോ സൈലം വെസൽസ് ആർ കോമൺ ഇൻ ആൻജിയോസ്പേംസ്, ദാറ്റ് ഈസ് ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ്. Distribution of vessels are common among angiosperm, but generally absent in pteridophytes and gymnosperms. ആക്ച്വലി നമ്മൾ വാസ്കുലാർ പ്ലാന്റ്സ്, അതായത് ഈ ഒരു സൈലോം ഫ്ലോയും പ്രസൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത് ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേം, ആൻജിയോസ്പേം ആണ്. ഇതിൽ ടെറിഡോഫൈറ്റ്സിലും ജിംനോസ്പേമിലും സൈലം വെസൽസ് ആബ്സെൻ്റ് ആണ്. ആൻജിയോസ്പേം അഥവാ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ മാത്രമാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ കുറച്ചൊരു എക്സെപ്ഷൻ പോലെ ചില ടെറിഡോഫൈറ്റ്സിലും ചില ജിംനോസ്പേമിലും സൈലം വെസൽസ് പ്രസൻ്റ് ആണ്. അതിന് എക്സാമ്പിളാണ് ഹവർ ദേ ഹാവ് ബീൻ റിപ്പോർട്ടഡ് ഫ്രം സം ടെറിഡോഫൈറ്റ്സ് സച്ച് ആസ് സെലാച്ചിനില്ല, മാർസീലിയ, ടെറീഡിയം, ഇക്യുസീറ്റം ആൻഡ് ഓൾസോ ഫ്രം സം ജിംനോസ്പേം സച്ച് ആസ് നീറ്റം, എഫിഡ്രം, വെൽവേഷ്യ. ഈ നീറ്റം, എഫിഡ്രം, വെൽവേഷ്യ എന്ന് പറയുന്നത് നീറ്റെയിൽസ് എന്ന് പറയുന്ന ജിംനോസ്പേം ഓർഡറിലുള്ളതാണ്. നീറ്റെയിൽസ് എന്ന് പറയുന്നത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജിംനോസ്പേം ഓർഡറാണ്. അതായത് ഒരു കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേം എന്നാണ് നീറ്റെയിൽസിനെ പറയുന്നത്. അവർക്ക് ബോത്ത് ജിംനോസ്പേമിൻ്റെ ക്യാരക്ടേഴ്സും ഉണ്ട്, അതുപോലെ ആൻജിയോസ്പേമിൻ്റെ ക്യാരക്ടേഴ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സൈലം വെസൽസ് പ്രസൻ്റ് ആണ്. In gymnosperm, the wood is generally called non-porous wood due to the absence of vessels, and in angiosperm, the wood is called porous due to the presence of vessels. നമ്മൾ പറഞ്ഞു ആൻജിയോസ്പേം വുഡിൽ വെസൽസ് പ്രസൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ അവരെയാണ് നമ്മൾ പോറസ് വുഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ജിംനോസ്പേം ദ വെസൽസ് ആർ ആബ്സെൻറ്റ് ആൻഡ് ദേ ആർ കോൾഡ് നോൺ പോറസ് വുഡ്. Depending upon the distribution of vessels, angiosperm wood may be diffuse porous wood or ring porous wood. അതായത് ആ ഒരു വെസൽസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് പോറസ് വുഡ്, അതായത് ആൻജിയോസ്പേം വുഡ് ഒന്നുകിൽ ഡിഫ്യൂസ് പോറസ് വുഡ് ആവാം, അതായത് വെസൽസ് സ്കാറ്റർ ചെയ്താണ് കിടക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ റിങ് ആയിട്ട്, അതായത് കോൺസെൻട്രിക് റിങ്സ് ആയിട്ടാണ് വെസൽസ് അറേഞ്ച് ചെയ്തത് വെച്ചാൽ അതിനെയാണ് റിംഗ് പോറസ് വുഡ് എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചർ സെക്ഷൻ, നമ്മുടെ അനാട്ടമി സെക്ഷൻ എടുത്താൽ ആൻജിയോസ്പേം വുഡിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് പോസ് പോലെ, അതായത് സൈലം വെസൽസ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ജിംനോസ്പേം വുഡ്, അതായത് നോൺ പോറസ് വുഡാണ് അടുത്തത് കാണിക്കുന്നത്. സോ ഇതാണ് പോറസ് വുഡും നോൺ പോറസ് വുഡും. അടുത്തത് നമ്മൾ വെസൽസിൻ്റെ ഫങ്ഷനാണ് പറയുന്നത്. ഫങ്ഷൻസ് ഓഫ് വെസൽസ്. Vessels are the chief conducting elements of vascular plants, particularly in angiosperm. They conduct water and dissolved mineral nutrients. They provide mechanical support to the plants. Okay. ഇനി അടുത്തത് നമ്മൾ സൈലം ഫൈബേഴ്സ് ആണ് പറയുന്നത്, അതായത് തേർഡ് ടൈപ്പ് ഓഫ് സൈലം ടിഷ്യൂ. അതായത് സൈലം ടിഷ്യൂ കോംപ്ലക്സ് ടിഷ്യൂ ആണ്, അതിൽ പല ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ പഠിച്ചു, സൈലം ട്രക്കീഡ്സ്, വെസൽസ്, ആൻഡ് തേർഡ് വൺ ആണ് സൈലം ഫൈബേഴ്സ്. ഇതിൽ ഫൈബർ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഓൾറെഡി കേട്ടതാണ്. എവിടെയാണ് കേട്ടത്? നമ്മൾ സ്ക്ലീറെൻകൈമ പഠിച്ചപ്പം നമ്മൾ പഠിച്ചു 2 types of sclerenchyma ഉണ്ട്. ഒന്ന് സ്ക്ലറീഡ്സും ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫൈബേഴ്സും. ഇതേ സ്ക്ലീറെൻകൈമ ഫൈബേഴ്സ് തന്നെയാണ് സൈലത്തിലും പ്രസൻ്റ് ആയിട്ടുള്ള ഫൈബേഴ്സ്.
Okay, xylem fibers are the sclerenchyma fibers seen in association with the xylem. Sclerenchyma fibers xylomai associate ചെയ്തതിനെയാണ് നമ്മൾ xylem fibers എന്ന് പറയുന്നത്. Hence they are also called wood fibers. They are elongated, terminally tapering and thick-walled dead cells with lignified secondary wall, narrow lumen and bordered pits. നമ്മൾ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഓൾറെഡി പറഞ്ഞതാണ്. They develop from the same meristematic tissue from which the other xylem cells develop. They are present both in primary as well as secondary xylem. പ്രൈമറി സൈലത്തിലും പ്രസൻ്റ് ആണ്, അതുപോലെ സെക്കൻഡറി സൈലത്തിലും പ്രസൻ്റ് ആണ്. അതായത് സെക്കൻഡറി മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ നമ്മൾ പറഞ്ഞു വാസ്കുലാർ കാമ്പ്യത്തിൻ്റെ ആക്ടിവിറ്റി കാരണമുണ്ടാകുന്ന സൈലത്തിലും പ്രസൻ്റ് ആണ്. ദർ ആർ 2 kinds ഓഫ് സൈലം ഫൈബേഴ്സ്. സൈലം ഫൈബേഴ്സിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വണ്ണാണ് ഫൈബർ ട്രക്കീഡ്സ്. ഫൈബർ ട്രക്കീഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫൈബർ ട്രക്കീഡ്സ് ഈ ഫൈബറുമല്ല ട്രക്കീഡ്സുമല്ല, അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കാണുന്ന സെൽസിനെയാണ് ഫൈബർ ട്രക്കീഡ്സ് എന്ന് പറയുന്നത്. സൈലം ട്രക്കീഡ്സിനെ പോലെയും തോന്നും, അതുപോലെ സൈലം ഫൈബറിനെ പോലെയും തോന്നും. ഫൈബർ ട്രക്കീഡ്സ് ആർ നെയ്തർ ട്രൂ ഫൈബേഴ്സ് നോർ ട്രക്കീഡ്സ് ബട്ട് ആർ ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദം. They usually develop from the tracheids by increasing thickness of wall and decreasing the lumen diameter and cell length. അതായത് സൈലത്തിലുള്ള ട്രക്കീഡ്സിൻ്റെ ലൂമന് വലുതാവും, അതായത് അവയുടെ വോൾസ് എഗെയിൻ തിക്കൻ ചെയ്തിട്ട് അവയുടെ ആ ഒരു ലൂമൻ കുറഞ്ഞ് അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു ട്രക്കീഡ്സ് ആണോ എന്ന് ചോദിച്ചാൽ അതല്ല, പക്ഷേ ഫൈബേഴ്സുമല്ല, ആ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള സെൽസ് കാണുന്നുണ്ട്. അതിനെയാണ് ഫൈബർ ട്രക്കീഡ്സ് എന്ന് പറയുന്നത്. Then second one ആണ് libiform fibers. They are true fibers which show all characteristics of sclerenchymatic fibers. They provide mechanical strength to the plant body. അടുത്ത 4th ടൈപ്പ് ഓഫ് സൈലമാണ് സൈലം പാരൻകൈമ. ഓക്കെ, സൈലത്തിൽ പ്രസൻ്റ് ആയിട്ടുള്ള അടുത്ത സെല്ലാണ് സൈലം പാരൻകൈമ. This is the parenchyma present in the primary as well as secondary xylem. നമ്മൾ സൈലം എടുത്ത് നോക്കിയാൽ ഇഫ് അത് പ്രൈമറി ആണെങ്കിലും അല്ലെങ്കിൽ സെക്കൻഡറി ആണെങ്കിലും പാരൻകൈമ സെൽസ് പ്രസൻ്റ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ സൈലം പാരൻകൈമ പറയുന്നത്. ദേ ആർ thin walled and non-lignified in primary xylem but slightly lignified in secondary xylem. നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം ഡെഡ് ആയിട്ടുള്ള സെൽസ് ആയിരുന്നു, അതായത് ട്രക്കീഡ്സ്, വെസൽസ്, ഫൈബേഴ്സ് ഡെഡ് ആയിരുന്നു, തിക്ക് വാൾഡ് ആയിരുന്നു, ഹെവിലി ലിഗ്നിഫൈഡ് ആയിരുന്നു. ബട്ട് ഇൻ ദി കേസ് ഓഫ് സൈലം പാരൻകൈമ ദേ ആർ തിൻ വാൾഡ് ആൻഡ് നോൺ ലിഗ്നിഫൈഡ് ഇൻ പ്രൈമറി xylem. But in secondary xylem they are slightly signified. Okay, in the secondary xylem of angiosperm, parenchyma cells are radially arranged forming medullary rays or radial parenchyma. നിങ്ങൾക്ക് നമ്മൾ പഠിക്കും വാട്ട് ഈസ് മെഡുലറി പാരൻകൈമ എന്ന്, അല്ലെങ്കിൽ മെഡുലറി റേസ് എന്ന് പറയും. കുറച്ച് റേഡിയലി അറേഞ്ച്ഡ് ആയിട്ടുള്ള പാരൻകൈമ സെൽസിനെയാണ് മെഡുലറി റേസ് എന്ന് പറയുന്നത്. This helps in the radial conduction of water and solutes. Xylem parenchyma is concerned with the upward conduction of water and minerals and also with the storage of reserve food. ഇവയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് വാട്ടർ കണ്ടക്ഷൻ ഉണ്ട്, വാട്ടർ ആൻഡ് മിനറൽസ്, അതുപോലെ തന്നെ റിസർവ് ഫുഡ്, അതായത് സ്റ്റോർ ചെയ്യുക, ഫുഡ് സ്റ്റോറേജ് ആണ് ഇവയുടെ മെയിൻ ഫങ്ഷൻ. The parenchyma present in the secondary xylem is of 2 types. നമ്മൾ സെക്കൻഡറി സൈലം എന്ന് പറയുന്നത് എന്താണ്, അതായത് പ്ലാന്റ് എഗെയിൻ നമ്മൾ പറഞ്ഞു അവരുടെ തിക്നെസ് കൂടും, അതായത് ഒരു വർഷം കഴിയുമ്പോൾ അവരുടെ വാസ്കുലാർ കാമ്പ്യം ആക്റ്റീവായിട്ട് സെക്കൻഡറി സൈലവും സെക്കൻഡറി ഫ്ലോയും പ്രൊഡ്യൂസ് ചെയ്യും. സോ അങ്ങനെ ആ ഒരു പ്ലാന്റിൻ്റെ ഗേർത്ത് കൂടും. ഈ സെക്കൻഡറി സൈലത്തിലുണ്ടാകുന്ന 2 ടൈപ്പ് പാരൻകൈമ സെൽസാണ് വുഡ് പാരൻകൈമ ആൻഡ് റേ പാരൻകൈമ.
wood parenchyma is formed by the fusiform cambium initials, whereas the ray parenchyma is formed from the ray initials of cambium. അവയുടെ ഇനീഷ്യൽസിലുള്ള ഡിഫറൻസ് ആണുള്ളത്. ആൻഡ് ബോത്ത് ഓഫ് ദീസ് സെൽസ് ആർ ലിവിങ് ആൻഡ് ഹാവ് തിൻ വാൾസ്. ഇത് തിൻ വാൾഡ് ആയിട്ടുള്ള ലിവിങ് സെൽസ് ആണ്. ഒരു കാര്യം ആലോചിക്കുക, ഓൾ അതർ സൈലം ടിഷ്യൂസ് എക്സെപ്റ്റ് പാരൻകൈമ ആർ ഡെഡ്. അതായത് സൈലത്തിലെ ഓൺലി ലിവിങ് സെൽ എന്ന് പറയുന്നത് സൈലം പാരൻകൈമയാണ്, ബാക്കിയെല്ലാം ഡെഡ് സെൽസ് ആണ്. ഓക്കെ, ഇത്രയ്ക്കുമാണ് നമുക്ക് സൈലം പാരൻകൈമയെക്കുറിച്ച് പറയാനുള്ളത്.